എന്താ ഫോണില്? ഒന്നുമില്ല അമ്മേ, ഞാൻ വെറുതെ ഫോണിൽ നോക്കിയതാ. നിന്റെ വെറുതെ നോട്ടത്തിന്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട. ദേ, മര്യാദയ്ക്ക് ആ ചെറുക്കനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. കണ്ട ഊച്ചാളി പയ്യന്മാരുടെ പുറകെ ഇറങ്ങിപ്പോയാലേ എന്താ അവസ്ഥയെന്ന് നിന്റെ ചേച്ചിയെ കണ്ട് നീ പഠിച്ചതല്ലേ? അതിനിപ്പോ എന്റെ കുഴപ്പം കൊണ്ടാണോ അമ്മ വിവാഹം നടക്കാത്തത്? കേട്ട് സമ്മതിക്കാത്തതുകൊണ്ടല്ല, അല്ലാതെ എനിക്കെന്ത് കുഴപ്പം? അത് തന്നെയാ പറഞ്ഞു വരുന്നത്. ഗിരി ഏറെക്കുറെ സമ്മതിച്ച മട്ട് തന്നെ ആയിട്ടുണ്ട്. സത്യമാണോ അമ്മേ? സത്യം തന്നെയാ. പക്ഷെ സമ്മതിച്ചത് ഏട്ടത്തിയാ. അച്ഛൻ വന്ന് ഏട്ടത്തിയോട് നന്നായി ഒന്ന് സംസാരിച്ചപ്പോഴേ ഏട്ടത്തിക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നീയും കൂടെ ഒന്ന് ശ്രമിച്ച കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടന്നു കിട്ടും. ഞാൻ എങ്ങനെ ശ്രമിക്കാനാ? എടി ഫിറ്റി, ആ പെണ്ണിനെ അവിടെ കൊണ്ടുപോയി നിർത്തിയത് തന്നെ നമുക്ക് 8ന്റെ പണി കിട്ടാൻ പോകുന്ന ലക്ഷണമാണ്. നാളെ ആ പെണ്ണ് അവള് മതി അമ്മയായിട്ടെന്ന് പറഞ്ഞാ ഗിരി അനുസരിക്കില്ലെന്ന് നീ കരുതുന്നുണ്ടോ? അതിനിപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ അമ്മേ? നമുക്ക് പോയിട്ട് കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. നീ ഒന്ന് നന്നായിട്ട് സ്നേഹത്തോട് പെരുമാറിയാൽ തന്നെ കൊച്ചിങ്ങോട്ട് ചാഞ്ഞോളൂ. കൊച്ചിനെ കയ്യിലെടുക്കുക എന്നല്ലാതെ ഗിരിയുമായി നിന്റെ വിവാഹം നടക്കണമെങ്കിൽ മറ്റു വഴികളൊന്നും നമ്മുടെ മുന്നിലില്ലല്ലോ. ഏട്ടത്തിക്ക് എതിർപ്പൊന്നുമില്ല. ഗിരിയുടെ സമ്മതം മാത്രം കിട്ടിയാൽ മതി. ഗിരിയെ സമ്മതിപ്പിക്കണമെങ്കിൽ ഏട്ടത്തിയുടെ നിർബന്ധം മാത്രം പോരാ, അവന്റെ കൊച്ചിന്റെ സഹകരണം കൂടി വേണം. നമ്മൾ വിളിച്ച അതിന് വരുമോ? വിളിക്കേണ്ടതുപോലെ വിളിക്കണം, അപ്പൊ വരും. ഏതായാലും നമ്മുടെ ചോരയല്ലേ ആ കൊച്ചും, അപ്പൊ അതിന്റെ ഒരു സ്നേഹം ഇല്ലാതിരിക്കില്ലല്ലോ. അതിനു മുൻപ് നിന്നോട് എനിക്കൊന്ന് പ്രത്യേകം പറയാനുള്ളത്, ആ പയ്യനുമായിട്ട് എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിലേ അതിപ്പോ തന്നെ വേണ്ടെന്ന് വെക്കുന്നതാ നിനക്ക് നല്ലത്. അവസാനം പെട്രോൾ ഒഴിച്ചു ആസിഡ് ഒഴിച്ചു എന്ന് പറഞ്ഞ് കരയേണ്ട അവസ്ഥ ഉണ്ടാവരുത്. നിനക്കറിയാലോ, നമുക്കൊരു വീട് പോലുമില്ല. കുടിച്ച് കുടിച്ച് നിന്റെ അച്ഛൻ സർവ്വതും നശിപ്പിച്ചു. ഇത് നമുക്ക് കിട്ടിയ അവസാന കച്ചിത്തുരുമ്പ. ഇതിൽ പിടിച്ചു കയറിയ നിനക്ക് മഹാറാണിയെ പോലെ ജീവിക്കാം. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ.